യാത്രക്കാരൻ കയറി ഈ യാത്രക്കാരനെ ഞാൻ ടിക്കറ്റ് മുംബൈയിൽ നോട്ട് വന്ന് 13 രൂപ ടിക്കറ്റ് ആസാമോട്ടേക്ക് എടുത്തു. പക്ഷേ ഒരു മൊബൈൽ ഫോൺ പിടിച്ച് കൈ സീറ്റിൻ്റെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കാണുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ കാണുന്നത് തന്നെ. അന്നേരം ബാക്കി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ നാണയം തറയും അതെടുത്ത് കക്ഷിയുടെ കയ്യിൽ പിടിച്ചേക്കുക. ബാക്കി 32 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചേക്കുക. എത്ര രൂപ തന്നതിന് ചോദിക്കുന്നതിന് മുമ്പേ കക്ഷി പുറത്തോട്ട് പോയി, പറഞ്ഞു പോയി. ഒരു ചെറിയൊരു വളവ് വന്നപ്പോൾ അപ്പോഴേ എനിക്ക് റിയാക്ട് പെട്ടെന്ന് കൈ അങ്ങോട്ട് വെച്ചു. പക്ഷേ കക്ഷിയുടെ കയ്യിലാണ് എനിക്ക് പിടുത്തത്. എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങളുടെ പത്തനംതിട്ട എൻഫോഴ്സ്മെൻറ്റ് ആർടിഒ ബഹുമാനപ്പെട്ട അജിത് കുമാർ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങളെ വിളിച്ചു ഈ വണ്ടിയുടെ ഈ മനുഷ്യത്തോടെ ഈ ഒരു പ്രവൃത്തി ബിജുവിനെ ആദരിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇത് നോർമലി ഒരു മനുഷ്യൻ്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഈ 1 സെക്കൻഡിൽ താഴെ റിയാക്ഷൻ ടൈമുള്ള എല്ലാവർക്കും അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു അത്ഭുത പ്രവൃത്തിയാണ്. കാരണം ഇദ്ദേഹം ഈ ആൾ വീഴുന്നത് ആ വീഡിയോ കാണുമ്പോൾ അറിയാം, അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കൈ പോകുന്നത്, അതായത് ഫേസ് പോകുന്നില്ല, കൈ പോയിട്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു വലിയൊരു പ്രവൃത്തിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. അതോടൊപ്പം തന്നെ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനത്തിൻ്റെ ഡോറ് നമ്മൾ അതിൻ്റെ ലോക്കൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. ഇവിടെ മാത്രമല്ല, എല്ലാ വാഹനങ്ങളും, അത് ഞങ്ങൾ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ വാഹനങ്ങൾക്കും ഇപ്പം നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ലോക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ ഈ ലോക്കുകൾ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ലോക്ക് മാറ്റാൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ വാഹനത്തിൻ്റെ ഉടമസ്ഥരും അത്തരത്തിൽ ഈ ലോക്ക് മാറ്റുന്നത് വളരെയധികം നന്നായിരിക്കും. സ്കൂൾ തുറന്ന കാലഘട്ടമാണ്, മഴക്കാലമാണ്. കുട്ടികളോട്, വിശേഷിച്ച് സ്കൂൾ കുട്ടികളോട് വളരെ ബഹുമാനത്തോട് കുട്ടികൾ പറയും അവർക്ക് സീറ്റ് കൊടുക്കാനും അവരെ പ്രിഫറൻസ് കൊടുക്കും. വാഹനം കയറ്റാനും കുട്ടികൾ മാത്രമല്ല എല്ലാ ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ചോദിക്കേണ്ടതാണ്. ഞങ്ങളുടെ ആർടിഒ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ മഫ്തിയിൽ ഇറങ്ങുന്നുണ്ട്, വാഹനം ചെക്ക് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇത് കേസ് എഴുതി തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും ഉണ്ടാവും. അതുകൊണ്ട് ഡോർ തുറന്നിട്ടുള്ള യാത്ര, കുട്ടികളോടുള്ള പെരുമാറ്റം, ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. വാഹനയാത്ര തുറന്നില്ല. അപ്പം നന്നായി വരട്ടെ. എല്ലാ ആൾക്കാരും ഇതൊരു പാഠമാക്കട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഒരു മാതൃകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആർടിഒ നിർദ്ദേശപ്രകാരം എന്നെ ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിനൊരു പൊന്നാട അയച്ച് ആദരിക്കുകയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ PSC ആദ്യമായിട്ട് എഴുതി കയറിയ ശ്രീമതി സരിക ജ്യോതിയെ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി